ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഫോൺ അങ്കിളിന്റെ കയ്യിലായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അവരെന്താ പറഞ്ഞേ? അവരൊന്നും പറഞ്ഞില്ല. പിന്നെ രാജ്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആർക്കും പറ്റും. സാറില്ല, മോളുടെ പ്രായത്തിന്റെ. പിന്നെ മറക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും മോള് ചെയ്തിട്ടുണ്ടാവില്ല, അങ്കിളിന് ഉറപ്പുണ്ട്. നമുക്കിടയിൽ മറക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പയ്യനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, തെറ്റ് മോളുടെ ഭാഗത്തുണ്ട്. തെറ്റെന്റെ ഭാഗത്തുകൂടിയാണ്. ഞാനാണ് വെറുതെ. 10-22 വർഷം മോളുടെ അച്ഛനും അമ്മയും മോളെ സ്നേഹിച്ചതുപോലെ എന്തായാലും ഇന്നലെ വന്നൊരു പയ്യനാവാൻ പറ്റില്ല. രാജനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മളൊരു തെറ്റായ തീരുമാനം എടുത്ത അതിനേക്കാളും മോശമായിട്ട് ബാധിക്കുക രാജനല്ലേ? എന്നാര് പറഞ്ഞു? നിന്റെ അങ്കിളോ? എല്ലാ കുടുംബത്തിനും കാണും ഇങ്ങനെ ഓരോരുത്തന്മാര്. ചെറുപ്പം തൊട്ട് ഇന്ന് വരെ മോളുടെ ഓരോരോ കാര്യങ്ങളിലും മോളുടെ അച്ഛനും അമ്മയും എന്തുമാത്രം പ്രതീക്ഷയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുമെന്ന് മോക്കറിയോ? ചരു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ് നമ്മള്. അവരുടെ ശരീരത്തിന് ഒരു ഭാഗം പച്ചയ്ക്ക് മുറിച്ചു മരുന്നോലെയാവും മോളും പോയ. ഇപ്പൊ ഇത് അവസാനിപ്പിച്ച നമ്മൾ രണ്ടുപേരും മാത്രം വിഷമിച്ചാൽ മതി. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരുപാട് പേര് വിഷമിക്കേണ്ടി വരും. ഏയ് ചാരു, എന്താ നിന്റെ ഉദ്ദേശം? തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുടെ ഉദ്ദേശം എന്താ? നമ്മൾ ഒരുമിച്ച് ജീവിക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും. മോളെ മനസ്സിലാക്കുന്ന പയ്യനാണെങ്കിൽ മോള് പറഞ്ഞ അവൻ കേൾക്കും. ഇതൊന്നും നടക്കില്ല രാജ്. ഇതൊക്കെ ഇപ്പോഴാണോ ആലോചിക്കണത്? അതേടോ, ഞാൻ ഇപ്പോഴും ഇതൊക്കെ ആലോചിച്ചേ. നമ്മൾ ആരും ഇതൊരു ഒന്നും ആലോചിക്കേണ്ടിരുന്നോണ്ടാ ഇത് ഇത്ര വരെ എത്തിയേ.